വേദയ്ക്ക് സ്കൂള് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. നേരെ നെട്ടയം വിട്ടു. അമ്മയ്ക്കൊരു കൊതി പരിപ്പ് വട കഴിക്കാനായിട്ട്. എന്നാൽ പിന്നെ പരിപ്പ് വട വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. അമ്മ അങ്ങനെ അധികം എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്ന ആളല്ല. പക്ഷെ ചില സമയങ്ങളിൽ ചില കൊതികൾ വരും. അപ്പം ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ചീമയെ കൊണ്ടാണ് പറയിപ്പിച്ചത്. ചീമയ്ക്ക് തിന്നാൻ കൊതി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറഞ്ഞു. പക്ഷെ ചീമ അങ്ങനെ അതുപോലെ പറഞ്ഞു കേട്ടോ. അമ്മ പറഞ്ഞു ചീമയ്ക്ക് തിന്നാൻ കൊതി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് പരിപ്പ് വട എല്ലാം വാങ്ങി നേരെ നെട്ടയത്ത് വന്നു. അയ്യോ, നെട്ടയത്ത് വന്നത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ദേ നമ്മുടെ ചീമ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായില്ലേ ചീമയെ കണ്ടിട്ട്. അങ്ങനെ ചീമയെ കാണാനായിട്ട് വന്നതാണ്. ചീമയും സച്ചുവൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ സമയം നെട്ടയും വീട്ടിൽ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വേദിക്ക് ട്യൂഷൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നെട്ടയത്ത് നിൽക്കാൻ പറ്റില്ല. ചീമയ്ക്കും അതെ, ചീമയ്ക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ചീമയ്ക്ക് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെട്ടയത്ത് പോയി നിൽക്കാമെന്ന് പറഞ്ഞ് വേദയെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി വേദ നേരെ ഞാൻ ട്യൂഷന് കൊണ്ടാക്കി. ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് നേരെ ഞങ്ങളൊന്ന് പോത്തീസിൽ പോയി. പോത്തീസിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ, എന്തിനാണ് തുണിയെടുക്കാനല്ലേ. ഇത് നമ്മുടെ ഗീത ചേച്ചിയുടെ മകൻ്റെ കല്യാണമാണ് സെപ്റ്റംബറിലാണ് കല്യാണം. എങ്കിലും സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അതിനേത്ത് ഒരു ബ്ലൗസ് പീസ് എടുത്തില്ല കേട്ടോ. അപ്പോൾ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഇനി സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ നേരെ പോത്തീസിൽ വന്നു. ആ സാരിക്ക് പറ്റിയ ബ്ലൗസ് പീസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. കുറേയേറെ അന്വേഷിച്ച് തപ്പി എൻ്റെ മനസ്സിന് പിടിക്കുന്ന ഒരു സാധനവും അവിടെ അങ്ങോട്ടില്ല കേട്ടോ. കുറേ അന്വേഷിച്ച് പിന്നെ അവിടെ നിന്ന് ചേട്ടന്മാരിലൊക്കെ സാരി കൊടുത്തിട്ട് ഇതിന് മാച്ച് എടുത്ത് തരൂ എന്നൊക്കെ ചോദിച്ച് അവസാനം ഒരു ചേട്ടൻ ഒരു സാധനം എടുത്തുകൊണ്ട് തന്നപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ഉദ്ദേശിച്ച സെയിം ഒരു സാധനം കിട്ടി. പക്ഷെ മെറ്റീരിയൽ അത്ര സുഖമുള്ളതല്ല. ഇങ്ങനെ കമ്പ് കണക്കിരിക്കുന്ന കുത്തുന്ന പോലെയൊക്കെ ഇരിക്കുന്ന ഒരു തരം മെറ്റീരിയലാണ്. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനതെടുത്തു. അതിൻ്റെ മീറ്റർ വില വന്നിട്ട് ഒരു മീറ്ററിന് 300 രൂപ കേട്ടോ. അത് കേട്ട് ഞാൻ ഞെട്ടി. കാരണം ഞാനങ്ങനെ സാരിയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ സാരിക്ക് ബ്ലൗസ് പീസിനൊക്കെ ഇത്രയും റേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാവും ഇത്രയും റേറ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇതും വേണ്ട, വേറെ അതിൻ്റെ കുറഞ്ഞത് എടുക്കാമെന്നൊക്കെ കരുതി. പക്ഷെ അത്രയും ഭംഗിയുള്ള സാധനം വേറെ കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ബ്ലൗസ് ഒന്നും അങ്ങനെ അധികം ഇടാത്തത് കൊണ്ട് ഇത്രയും രൂപയ്ക്ക് എടുത്താലും വേസ്റ്റ് അല്ലേ എന്നൊക്കെയുള്ള മനസ്സിൽ ചിന്ത വന്നു. എങ്കിലും ഭംഗിക്കിരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്ന് കരുതിയിട്ട് ആ പീസ് തന്നെ ഇങ്ങനെ മുറിച്ച് വാങ്ങി കേട്ടോ. എന്നിട്ട് ഒരു അണ്ടർ സ്കേർട്ടൊക്കെ വാങ്ങിക്കണ്ടേ, ഒരു ഷേപ്പ് വെയർ അണ്ടർ സ്കേർട്ടൊക്കെ നോക്കി ഒരെണ്ണം വാങ്ങി ബില്ലെല്ലാം ഇട്ട് കണ്ണ് തള്ളി 700 രൂപ ഒരു അണ്ടർ സ്കേർട്ടും ബ്ലൗസിൻ്റെ ലൈനിങ്ങും ബ്ലൗസ് പീസും എടുത്തപ്പോൾ കേട്ടോ. എന്നിട്ട് അവിടെ നിന്നൊരു 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും കാര്യങ്ങളെല്ലാം കിട്ടി. അതെല്ലാം കൊണ്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകും വഴി എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയിട്ട് ചപ്പാത്തിയും ചിക്കനും ഒക്കെ കഴിച്ചു. പക്ഷേ ഏറ്റവും മോശം ഫുഡായിരുന്നു ഞാൻ കഴിച്ചതിൽ വെച്ച്. കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ആദ്യം ചിക്കൻ 65 പറഞ്ഞു. അത് ചിക്കൻ വറുത്തതുപോലെയൊക്കെ ഇരുന്നിട്ട് ആ സാധനം പിന്നെ അവർ മാറ്റി ഗാർലിക് ചിക്കനൊക്കെ തന്നു. എന്തായാലും കിട്ടിയത് ഓണം പോലെ എന്ന് കരുതി കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി.